ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുക തന്നെയാണ്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചേർന്ന യോഗത്തിലും സമ്പൂർണമായ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും ടൂർണമെന്റ് നടത്താനുള്ള സ്പോൺസറെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് FSDLുമായി ഫെഡറേഷന് ISLന്റെ നടത്തിപ്പിനും വാണിജ്യാവകാശത്തിനുമായിട്ടുള്ള MRA കരാറിന്റെ കാലാവധി ബാക്കിയുള്ളത്. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പോലെ ക്ലബ്ബുകൾ ലീഗിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് ISL സംഘടിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതിനായി ക്ലബ്ബുകൾ ഫെഡറേഷനോട് അതിന്റെ നിയമസാധ്യതകൾ പരിശോധിക്കാനും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഡിസംബർ 8 മുമ്പ് അക്കാര്യത്തിൽ ക്ലബ്ബുകൾക്ക് വിശദീകരണം നൽകാമെന്ന് ഫെഡറേഷൻ പറഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും പുരോഗതി കൈവരിക്കാൻ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല എന്നത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. അവർ മുന്നോട്ട് വെക്കുന്ന ഓരോ ആശയങ്ങളും വെറും പ്രഹസനങ്ങൾ മാത്രമായി അവശേഷിക്കുന്നതാണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണ ലീഗ് നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ക്ലബ്ബുകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനെ സംഭവിച്ചാൽ ക്ലബ്ബുകളിൽ പലതും അടച്ചുപൂട്ടാനുള്ള സാധ്യതകളും ഏറെയാണ്.